നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗൾഫിലെ ഓയിൽ റിഫൈനറികളിൽ നിന്നും മടങ്ങി വന്ന ഒരാൾ നാട്ടിൽ ഒന്നാം തരം മുട്ടക്കോഴി കർഷകനാകുക. BV380 എന്ന പുതുതലമുറയിൽപ്പെട്ട കോഴികൾ കാർഷിക സർവകലാശാലയുടെയും വെറ്റിനറി സർവകലാശാലയുടെയും പ്രസിദ്ധമായ ഗ്രാമശ്രീ കോഴികൾ, അതോടൊപ്പം നാട്ടുകോഴികളായ തലശ്ശേരി കോഴികൾ, ഇവയുടെ ശേഖരമാണ് പ്രസന്നകുമാറിൻ്റെ ഈസ്റ്റ് കല്ലട എഗ്ഗർ നഴ്സറിയിൽ ഉള്ളത്. ഒപ്പം സർക്കാർ അംഗീകാരവും. കാണാം കൊല്ലത്തെ കിഴക്കേ കല്ലട എഗ്ഗർ നഴ്സറിയിൽ നിന്നും ഹരിതം സുന്ദരം. കിഴക്കേ കല്ലട കൊല്ലത്തെ പ്രസിദ്ധമായ ഗ്രാമം. ചുറ്റുമല ദേവീക്ഷേത്രവും കല്ലടയാറുമൊക്കെ ഒഴുകുന്ന ഭൂമിയിൽ. കിഴക്കേ കല്ലടയിലെ നിലമേൽ വാർഡിലെത്തിയാൽ പ്രസിദ്ധമായ മറ്റൊന്നു കൂടിയുണ്ട്. നാടൻ കോഴികളുടെ വലിയ ഒരു ശേഖരം. പ്രവാസി മലയാളിയായ പ്രസന്നകുമാറിൻ്റേതാണ് ഇവിടം. അത് കോഴികളുടെ ഒരു നഴ്സറി ആയപ്പോൾ പേരിനായി പ്രസന്നകുമാറിന് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഈസ്റ്റ് കല്ലട എഗ്ഗർ നഴ്സറി എന്ന് പേരിട്ടു. ഇന്ന് ഈസ്റ്റ് കല്ലട എഗ്ഗർ നഴ്സറിയിലേക്ക് വീട്ടമ്മമാരുടെ ഒരു ഒഴുക്കുണ്ട്. മറ്റൊന്നിനുമല്ല, വീട്ടുമുറ്റത്ത് വളർത്താൻ കഴിയുന്ന കുറച്ച് കോഴികൾ എപ്പോഴും സമ്പാദിക്കാൻ പറ്റിയ ഇടം പ്രസന്നകുമാറിൻ്റെ നഴ്സറി തന്നെ. ഏതാണ്ട് 2 പതിറ്റാണ്ട് നീണ്ട പ്രവാസ ജീവിതത്തിന് ഒടുവിലാണ് പ്രസന്നകുമാർ നാട്ടിൽ സ്വന്തം സംരംഭം ആരംഭിച്ചത്. കാർഷിക വെറ്ററിനറി സർവകലാശാലകളുടെ അറിയപ്പെടുന്ന ഫാമുകളിലെല്ലാം പ്രസന്നകുമാർ എത്തി. സർക്കാർ ഫാമുകളിലും ചെന്നു. സ്വന്തമായി കാര്യങ്ങൾ പഠിക്കുവാൻ ആദ്യം തന്നെ തീരുമാനിച്ചു. ഒപ്പം സർക്കാരിൻ്റെ പരിശീലനം കൂടി കിട്ടിയപ്പോഴേക്കും ഒരു സംരംഭത്തിനുള്ള എല്ലാം മനസ്സിൽ തെളിഞ്ഞു. അങ്ങനെ നാട്ടിലെ കിഴക്കേ കല്ലടയിലെ വാഴോട്ടു ഹരിശ്രീ കുടുംബത്തിൽ മറ്റൊരു സംരംഭം കൂടി പിറന്നു. മുട്ടക്കോഴിയിൽ ഇപ്പോൾ ഏറെ ഡിമാൻഡ് BV380 കോഴികൾക്കാണ്. ജനനം അമേരിക്കയിലെങ്കിലും ഇന്ത്യയിലേക്ക് അവരെത്തിയത് 1981-ലാണ്. തവിട്ട് നിറ തൂവലുകളുള്ള കോഴികൾ എന്ന പേര് അവർക്കുണ്ട്. അതോടൊപ്പം തവിട്ട് നിറ മുട്ടകളിടുന്ന കോഴികളെന്ന ഖ്യാതി. ഒന്നും രണ്ടുമല്ല, ആഴ്ചയിൽ 5, മാസത്തിൽ 25, വർഷത്തിൽ 300 എന്നാണ് BV380 കോഴികളുടെ മുട്ടക്കണക്ക്. അങ്ങനെ അലഞ്ഞുതിരിഞ്ഞ് നടന്ന് മുട്ടയിടുന്നവരല്ല BV380 കോഴികൾ. ഒന്നുകിൽ കേജുകളിൽ, അല്ലെങ്കിൽ ഡീപ്പ് ലിറ്റർ സിസ്റ്റത്തിൽ. BV380 കോഴികൾക്കും മറ്റ് കോഴികൾക്കുമായി മികച്ച കൂടാരങ്ങളാണ് പ്രസന്നകുമാർ പണിതത്. ആസ്ബസ്റ്റോസ് ആണ് മികച്ച മേൽക്കൂരയായി ഒരു കൂടാരത്തിനുള്ളത്. 10 മീറ്റർ നീളവും 5 മീറ്റർ വീതിയിലുമാണ് ഓരോ കൂടാരങ്ങളും. അടിത്തറ ഭദ്രമാക്കുവാൻ കോൺക്രീറ്റ് തന്നെ ഇട്ടു. വെയിലിന്റെ വീറിനെ ആസ്ബസ്റ്റോസ് തടഞ്ഞുകൊള്ളും. മാവും ഇലഞ്ഞിയും ഉൾപ്പെടെയുള്ള വൃക്ഷങ്ങളുണ്ട് മുകളിൽ. തണലും തണുപ്പും തന്ന് അവർ കനിയും. കോഴിവളം എങ്ങും വിതറുവാൻ ചുറ്റും വാഴത്തോപ്പുണ്ട്. വായു അനായാസേന കയറിയിറങ്ങുവാനായി മറ്റെങ്ങും മറച്ചിട്ടില്ല. അരയടിയോളം പൊക്കത്തിലുള്ള ചുറ്റുമതിലുകൾ കഴിഞ്ഞാൽ പിന്നീടെങ്ങും വയർമെഷ് കൊണ്ടുള്ള അതിർത്തികളാണ്. ശത്രുക്കളായ ഉരകങ്ങൾ അകത്ത് കടക്കാതിരിക്കാൻ വയർമെഷുകൾ സഹായിക്കും. അതോടൊപ്പം തന്നെ ശുദ്ധവായുവിനെ എപ്പോഴും അകത്തേക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കും. കോഴി മുട്ടക്കോഴിയായാലും ഇറച്ചിക്കോഴിയായാലും നെഞ്ചിൽ കാറ്റ് വീശണം. എങ്കിലേ അവർക്ക് വളർച്ച കിട്ടൂ, രോഗങ്ങൾ ഇല്ലാതിരിക്കും. അത്തരത്തിലാണ് കൂടാരത്തിൻ്റെ നിർമ്മാണം. തടിച്ചിലുകളാണ് എങ്ങും തറവിരി. മുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന പാനപാത്രങ്ങൾ യഥേഷ്ടം ശുദ്ധജലം കോഴികൾക്ക് നൽകും. തീറ്റപാത്രങ്ങളുടെയും സജ്ജീകരണം ആ രീതിയിൽ തന്നെ. അവയൊക്കെ സമയാസമയങ്ങളിൽ നിറയ്ക്കുവാൻ പ്രസന്നകുമാർ മുട്ടക്കോഴികളോട് ഒപ്പമുണ്ട്. BV380 അമേരിക്കക്കാരെങ്കിലും ഇപ്പോൾ അവർ കേരളത്തിൻ്റെ സ്വന്തമാണ്. തമിഴ്നാടും ആന്ധ്രയുമൊക്കെ അവരെ സ്വന്തമാക്കി കഴിഞ്ഞു. 4.5 മാസം കൊണ്ട് തന്നെ മുട്ടയിട്ട് തുടങ്ങും എന്നതാണ് BV കോഴികളുടെ പ്രത്യേകത. പൂവനെയും പെടയെയും ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിയും. കടും ശ്യാമത്തൂവലുകൾ ചിറകിലേറുന്നവരാണ് പൂവൻ കോഴികൾ. അതുകൊണ്ട് തന്നെ 1-ാം ദിവസം മുതലുള്ള ചതി നടക്കില്ല. പൂവനെങ്കിൽ പൂവൻ, പിടയെങ്കിൽ പിട. ഞങ്ങൾ ചെറുപ്പത്തിലെ തെളിയിക്കും
എന്നവർ വിളംബരം ചെയ്യുന്നുണ്ട്. തവിട്ട് നിറ തൂവലുകളാണ് പിടക്കോഴികളുടേത്. തലത്തൂവലിലെ തൊപ്പിയാണ് പ്രധാനം. 5 മാസം പകുതിയോടെ അവ അർദ്ധചന്ദ്രാകൃതിയിലാകും. തലത്തൊപ്പി പൂർണ്ണമായും വളഞ്ഞ് വൃത്താകൃതിയിലാകുന്നതോടെ മുട്ടയിട്ട് തീരും. അതായത് 20ഓളം മാസങ്ങൾ പിന്നിടുമ്പോൾ. പിന്നീട് മുട്ട കിട്ടുമെങ്കിലും ആദ്യത്തെ അളവിൽ മുട്ടകൾ കിട്ടാറില്ല. മുട്ടയ്ക്കായും ഇറച്ചിക്കായും ഒക്കെ ഉപയോഗിക്കാവുന്ന കോഴികളാണ് BV380 കോഴികൾ. മുട്ടയിട്ട് തീർന്നാൽ പിന്നീട് ഒന്നോടെ ഇറച്ചിക്കാണ് പോവുക. മുട്ടക്കോഴികൾ മികച്ചതാകുന്നതോടെ നഴ്സറികൾക്കും വലിയ സ്ഥാനമായി തുടങ്ങി. മികച്ച കോഴിക്കുഞ്ഞുങ്ങളെ 45 ദിവസം മുതൽ 2 മാസം വരെ വളർത്തുക എന്നതാണ് നഴ്സറിയുടെ ധർമ്മം. 45-ാം പക്കം മുതലാണ് മുട്ടക്കോഴികൾക്കായി ആളുകൾ വന്നു തുടങ്ങുക. സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവരൊക്കെയും മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ ആവശ്യക്കാരാണ്. അതിനു പുറമെയാണ് വീട്ടമ്മമാർ. കൊല്ലം ഈസ്റ്റ് കല്ലട എഗർ നഴ്സറിയുടെ നായകൻ ശ്രീ പ്രസന്നകുമാർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം പ്രസന്ന. നമസ്കാരം സാർ. ഈ ഒരു എഗർ നഴ്സറിക്ക്, അതായത് പ്രത്യേകിച്ചും കോഴികളെ വളർത്തി വീട്ടമ്മമാർക്ക് വിൽക്കുന്ന ഒരു സംവിധാനത്തിന് ഇപ്പോൾ കേരളത്തിൽ അത്ര വലിയ സാധ്യതയുണ്ടോ? ഇപ്പം തീറ്റവിലയുടെ അടിസ്ഥാനത്തിൽ കോഴി വളർത്തൽ വീടുകളിൽ വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആദായത്തിന് വേണ്ടി ആൾക്കാർ വളർത്താൻ ശ്രമിച്ചു വരുന്നു. കോവിഡിന് ശേഷം ഇപ്പോൾ പുരോഗമനം ഉണ്ടായി വരുന്നുണ്ട്. മുമ്പൊക്കെ ഈ സർക്കാർ അംഗീകൃത നഴ്സറിയിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി ഇങ്ങനെ മൃഗാശുപത്രികൾ വഴി വിതരണം ചെയ്യുന്ന ധാരാളം പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരം പ്രോജക്റ്റുകളുണ്ടോ? പ്രോജക്റ്റുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഞാൻ 5000 കോഴിയോളം കൊടുത്തിരുന്നു. നമ്മൾ കൊടുത്തിരുന്നു. അത് കൊല്ലം കോർപ്പറേഷൻ കൊടുത്തു. പിന്നെ പഞ്ചായത്ത് ഹോസ്പിറ്റലുകളിൽ, പിന്നെ മറ്റുള്ള ബ്ലോക്ക് അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം സ്കൂളിൽ പോൾട്രി ക്ലബിൻ്റെ വരുന്നുണ്ട് സെപ്റ്റംബറിൽ. എങ്ങനെയായാലും നമുക്ക് ഈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് വിറ്റ് തീരും എന്നുള്ള ഉറപ്പാണ്. ഉണ്ടെങ്കിൽ നല്ല കോഴിയാണെങ്കിലും വിശ്വാസമായിട്ട് ആളുകൾ എടുക്കും. കാരണം പ്രയോജനം മുട്ട കിട്ടത്തക്ക വിധത്തിലുള്ള നല്ല നമ്മുടെ ഹാച്ചറികളിൽ നിന്നും, തോട്ടുതറ ഹാച്ചറി, ആയൂർ, ചെങ്ങന്നൂർ ഹാച്ചറി, ഇങ്ങനെയുള്ള ഗവൺമെൻറ് ഹാച്ചറിയിൽ നിന്ന് എടുക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെല്ലാം നല്ല ഇത് പ്രോഗ്രസ് ഉള്ളതായിട്ടും നല്ലോണം മുട്ട കിട്ടുന്നതായിട്ടും ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ എത്ര വർഷമായി ഈ രംഗത്ത് ഏണ്ടിപ്പം 20 വർഷത്തോളമായി. 20 വർഷമായി. ഗൾഫിൽ നിന്നുകൊണ്ട് ഓയിൽ മേഖലയിൽ നിന്നാണ് അവിടെ നിന്ന്. അല്ല, അപ്പോഴും അച്ഛൻ പാത്രം നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അതെ, 27 വർഷമായി. 7 വർഷത്തോളം അച്ഛൻ നടത്തിയതിന് ശേഷം ഞാൻ വന്ന് ഏറ്റെടുത്ത് എൻ്റെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. തുടക്കത്തിലുണ്ടായി. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പലർക്കും ഈ രംഗത്തേക്ക് വരണമെന്ന് താല്പര്യമുണ്ടാവും. തുടക്കത്തിൽ പ്രസന്നകുമാറിനുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ? തുടക്കത്തിലെന്ന് പറഞ്ഞാൽ ഇത് വിറ്റഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗവൺമെൻറ്റിൽ നിന്നുള്ള സപ്പോർട്ടും നമ്മുടെ പഞ്ചായത്ത് സ്കീമുകളൊക്കെ വന്നു. സാറ് ഒന്ന് ഇവിടെ നമ്മൾ ശബരിമല ഏരിയ വരെയും കോഴി കൊണ്ട് കൊടുത്തിട്ട് വെള്ളൂർ, പിന്നെ കിഴക്കൻ മേഖല ഏരിയയിലെല്ലാം കൊടുത്ത് അങ്ങനെ ഇപ്പം അങ്ങ് എക്സ്പീരിയൻസ് ആയി. പക്ഷെ ഇപ്പം ഒരുപാട് എഗർ നഴ്സറികൾ പുതുതായിട്ട് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാതുള്ള ലോക്കൽ സ്ഥലങ്ങളിൽ മാത്രമേ ഇപ്പം വിറ്റഴിക്കാൻ പറ്റുന്നുള്ളൂ. BV380 കോഴികളോടൊപ്പം കഴിയുവാൻ ഗ്രാമശ്രീ കോഴികളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട് പ്രസന്നകുമാർ. ഗ്രാമശ്രീ എന്നാൽ സാക്ഷാൽ കേരളത്തിൻ്റെ അടുക്കള മുറ്റത്ത് ഇണങ്ങിയ കോഴികൾ. കേരളത്തിൽ വെറ്ററിനറി സർവകലാശാലയിലാണ് ഗ്രാമശ്രീ കോഴികളെ വികസിപ്പിച്ചത്. നേരത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്ട് ഡയറക്ടറേറ്റിലും ഗ്രാമശ്രീയുടെ ജനിതകം വികസിപ്പിച്ചിരുന്നു. ഹൈദരാബാദിൽ അവരെ അന്ന് വികസിപ്പിച്ചപ്പോൾ തന്നെ 175-ാം ദിവസം മുതൽ തന്നെ അവർ മുട്ടകളിട്ടു തുടങ്ങി. ഇന്നിപ്പോൾ 72 ആഴ്ചയിൽ 200 മുതൽ 225 മുട്ടകൾ വരെ സമ്മാനിക്കുവാൻ ഗ്രാമശ്രീ കോഴികൾക്ക് കഴിയും. ഗ്രാമശ്രീ യഥാർത്ഥത്തിൽ ഒരു മൊസൈക്ക് ബ്രീഡാണ്. 3 വിദേശ ജനുസുകളും ഒരു നാടൻ ജനുസുമാണ് അതിൽ സംയോജിച്ചിരിക്കുന്നത്. ന്യൂ ഹാംഷെയറും പ്ലിമത്ത് റോക്കുമൊക്കെ വിദേശ ജനുസിനുണ്ട്. നാടൻ കോഴികളായ നേക്കഡ് നെക്ക് അഥവാ കഴുത്തിൽ രോമമില്ലാത്ത കോഴികൾ ഇവയുടെ ജനനത്തിൽ സഹായിച്ചിട്ടുണ്ട്. വീട്ടുമുറ്റത്തെ ലാഭവും ഐശ്വര്യവുമാണ് ഗ്രാമശ്രീ കോഴികൾ. അവർ ചിക്കിച്ചികഞ്ഞ് വീട്ടുമുറ്റത്ത് അങ്ങനെ നിന്നാൽ നല്ല പുള്ളിക്കോഴികളുടെ സൗന്ദര്യം വിളംബരം ചെയ്യും. പൊരുതി നിൽക്കുന്നവരാണ് ഗ്രാമശ്രീ കോഴികൾ. അങ്ങനെ ഇരപിടിയന്മാർക്ക് നേരിട്ട് അടുക്കാവുന്നവരല്ല അവർ. അടുക്കളയിൽ നിന്ന് വലിച്ചെറിയുന്ന ആഹാര സാധനങ്ങൾ മാത്രം മതി തീറ്റയായി. എന്നാൽ കേജുകളിലും ലിറ്ററുകളിലും വളർത്തുമ്പോൾ ആദ്യം സ്റ്റാർട്ടർ, പിന്നീട് ഗ്രോവർ, തുടർന്ന് ലെയർ എന്നിങ്ങനെയാണ് തീറ്റ. കേജുകളിൽ വളർത്തുമ്പോൾ ദിവസം 180 ഗ്രാമോളം തീറ്റ ഗ്രാമശ്രീ കോഴികൾ തിന്നും. കോഴിമുട്ടയും മികച്ചതാണ്. തവിട്ട് നിറത്തിലുള്ള മുട്ട എന്ന ഖ്യാതി ഗ്രാമശ്രീ കോഴികൾക്കുണ്ട്. 50 മുതൽ 55 ഗ്രാം ഭാരം വരും മുട്ടകൾക്ക്. ബീറ്റ കരോട്ടിനാൽ സമൃദ്ധമാണ് ഗ്രാമശ്രീ കോഴികളുടെ മുട്ട.
പൂവന്മാരാകട്ടെ ഇറച്ചിക്ക് യോജിച്ചവരാണ്. 4.5 മാസം കൊണ്ട് തന്നെ അവർ 1.5 കിലോ ഭാരമെത്തും. ഇപ്പോൾ ധാരാളം കോഴികളെ വളർത്തി, വിവിധ ഇനത്തിൽപ്പെട്ട കോഴികളൊക്കെ വളർത്തി നല്ല പരിചയമുണ്ട്. ഇപ്പോൾ ഗ്രാമലക്ഷ്മി വളർത്തിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഗ്രാമശ്രീ ഉണ്ട്, ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് BV 380 വളർത്തുന്നു, കൈരളിയുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ വളർത്തുമ്പോൾ പ്രസന്നകുമാറിന് ഒരുപക്ഷെ മനസ്സുകൊണ്ട് ഇഷ്ടം തോന്നിയൊരു കോഴിയാണ്. കൂടുതലും ഗ്രാമശ്രീ തന്നെയാണ്. ഗ്രാമശ്രീയിലാണ് പ്രൊഡക്ഷനും നല്ല രീതിയിൽ മുട്ട കിട്ടുന്നതും നമ്മളുടെ ഹാച്ചറിയിൽ നിന്ന് വിതരണം ചെയ്യുന്ന കോഴികളിലാണ് ഏറ്റവും കൂടുതൽ മുട്ട കിട്ടുന്നതും കംപ്ലൈൻറ്റ് വരാത്തതും. മറ്റേത് 6 മാസം എന്ന് പറയുമ്പോൾ ഒരു 4 മാസം 3 മാസം ആകുമ്പോൾ അതിനകത്ത് ചിലതിനൊക്കെ എടുത്ത് വന്നു, അസുഖങ്ങൾ വരുന്നു. ഗ്രാമശ്രീയുടെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം ഗ്രാമശ്രീയുടെ ആകർഷണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തരുന്ന 1 ഡേ ഓൾഡ് ചിക്സിനെ വാക്സിനേഷൻ ചെയ്താണ് അവിടുന്ന് തരുന്നത്. അപ്പോൾ അതിന് ഹെൽത്തുണ്ട്. കൊണ്ടുവന്ന് നമ്മൾ 7ാമത്തെ ദിവസം ആ പ്രതിരോധ മരുന്നുകൾ കൊടുത്താൽ കറക്റ്റായിട്ട് അതിൻ്റെ പ്രതിരോധ മരുന്നുകളെല്ലാം കൊടുത്തു കഴിയുമ്പം അതിന് ആരോഗ്യം ഉണ്ടാകുന്നുണ്ട്, നല്ല രീതിയിലുള്ള മുട്ടയിടാനുള്ള ഹെൽത്തുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ മുട്ട, അപ്പോൾ കുറച്ച് കോഴികളൊക്കെ ഇവിടെ മുട്ടയിട്ട് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. ഇതിൻ്റെ മുട്ടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? മുട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകത നമ്മുടെ ഗ്രാമശ്രീയുടെ മുട്ടയ്ക്ക് തന്നെ. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വെളിയിൽ നിന്ന് വരുന്ന കളറുള്ള മുട്ട ഉപയോഗിക്കുന്നതും ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്കെല്ലാം ഇത് തന്നെ മതിയെന്നും പറഞ്ഞ് വന്ന് വാങ്ങാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നു. ഇപ്പോൾ മാർക്കറ്റിൽ എത്ര രൂപ വില കിട്ടും? മാർക്കറ്റിൽ 7 മുതൽ 8 വരെ ഈ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ ഈ കർഷക വിപണികൾ കൊണ്ടു കൊടുത്താൽ 8 രൂപ വരെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ട് തന്നെ ഇപ്പം ഈ ഗ്രാമത്തിൽ തന്നെ പലർക്കും അറിയാം പ്രസന്നകുമാറിൻ്റെ ഈസ്റ്റ് കല്ലട എഗർ നഴ്സറിയെ കുറിച്ച് അറിയാം. അപ്പോൾ വീട്ടമ്മമാർ ഇവിടെ വന്നാൽ ഒരു 4-5 കോഴിയൊക്കെ അവരുടെ ഇഷ്ടം അനുസരിച്ച് വാങ്ങിക്കാനാണെങ്കിൽ അങ്ങനെ കൊടുക്കും. അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കൂടുതലും പോകുന്നത്. വീട്ടുകളിൽ നിന്ന് 5, 10, 15 അങ്ങനെയുള്ള രീതിയിൽ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ സ്കീമിന് നമ്മൾ ആ ടൈമിന് മാത്രം നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാർച്ച് 31 വരെയുള്ള ടൈമിന് മാത്രമേ നമ്മൾ സ്കീമിന് കൊടുക്കുമ്പോൾ ഇതേ വില തന്നെയാണ്. ഇതേ വിളിക്കാണ് 130 എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ് റേറ്റല്ലേ, അത് ബോർഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ വലുതായി വരുന്ന കോഴികൾക്ക് നമ്മൾ എടുക്കാതെ വന്ന് കിടന്നു കഴിഞ്ഞാൽ അത് മുട്ടയിട്ട് വരുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് കോഴി വാങ്ങിക്കൊണ്ട് പോകുന്നവർ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കാറുള്ളത് ഒരു കൂടുണ്ടോ അല്ലെങ്കിൽ തീറ്റയുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. തീറ്റയുടെ കാര്യം ചോദിക്കും. കൂടുതൽ ആൾക്കാരും നമ്മൾ ഈ തടിക്കൂടോ അല്ലെങ്കിൽ മെറ്റൽ കൂടുകളോ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അല്ല ഹൈടെക് കൂടുകൾ അത് 10,000 രൂപയ്ക്ക് മേളിലൊക്കെ ഇപ്പം അതിന് റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ആൾക്ക് താല്പര്യമില്ല. വീടിൻ്റെ ബാക്കിൽ തന്നെ 2 വരി കട്ട കെട്ടി നെറ്റ് അടിച്ചിട്ട് ഒരു ഡോറും വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ തുറന്നു വിടാനും പുറത്തിറങ്ങി പച്ചപ്പുല്ലൊക്കെ തിന്നാനും ഞാൻ കൂടുതലും അങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യും. മൃഗസംരക്ഷണ വകുപ്പിന്റെ മേഖലാ കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്നും മണ്ണുത്തി വെറ്ററിനറി സർവകലാശാലയിലെ ഹാച്ചറികളിൽ നിന്നും മറ്റുമാണ് പ്രസന്നകുമാർ കോഴികളെ എത്തിക്കുക. അതുകൊണ്ട് തന്നെ വിശ്വാസയോഗ്യമായ കോഴികളാണ് ഈസ്റ്റ് കല്ലട എഗർ നഴ്സറിയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. കോഴി വളർത്തൽ ഒരു ഭ്രമമായപ്പോൾ തലശ്ശേരി കോഴികളെയും ഒപ്പം കൂട്ടി. 2 ഡസനോളം വരും തലശ്ശേരി കോഴികൾ. കണ്ണൂരിലെ ഉൾഗ്രാമങ്ങളിൽ നിന്നാണ് തലശ്ശേരി കോഴികളെ എത്തിച്ചത്. തിളങ്ങുന്ന തവിട്ട് നിറവും കടുത്ത ഓറഞ്ച് നിറവും ശ്യാമവുമൊക്കെ ചേർന്നതാണ് തലശ്ശേരി കോഴികളുടെ തൂവൽ വിന്യാസം. വാൽ അക്ഷരാർത്ഥത്തിൽ ഒരു ചാമരമാണ്. പളുങ്ക് കണ്ണുകളും ചോരചുവപ്പൻ തൊപ്പിയുമൊക്കെയാണ് തലശ്ശേരി കോഴികളുടെ മറ്റ് ആകർഷണങ്ങൾ. വർഷത്തിൽ ഏറിയാൽ 35 മുതൽ 40 വരെ മുട്ടകൾ. ഒരുപക്ഷെ അടയിരിക്കുന്ന കോഴികളിൽ മികച്ചവരാണ് തലശ്ശേരി കോഴികൾ എന്ന് പറയേണ്ടി വരും. ഇരപിടിയന്മാരിൽ നിന്നും രക്ഷ നേടാൻ ഓടാനുള്ള കഴിവ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. മുറ്റത്താകെയും നടന്ന് ഇഷ്ടമുള്ളതൊക്കെയും കൊത്തിപ്പറക്കി തിന്നുന്നതിനാൽ യഥാർത്ഥ നാടൻ മുട്ട തലശ്ശേരി കോഴികളിൽ നിന്ന് കിട്ടും. പുല്ലും ഇലയുമൊക്കെ തലശ്ശേരി കോഴികൾ തീറ്റയാകും. തേനിക്കോഴിയും തിത്തിരിക്കോഴിയും തലശ്ശേരി കോഴിയുമൊക്കെ കേരളത്തിൽ നിന്നും അന്യം നിന്ന് തുടങ്ങുന്ന കാലത്താണ് ഈസ്റ്റ് കല്ലട എഗർ നഴ്സറി തലശ്ശേരി കോഴികളെ എത്തിച്ചിരിക്കുന്നത്. അവരിൽ നിന്നും അടുത്ത തലമുറ ഉണ്ടാക്കാനുള്ള ശ്രമം കൂടി നടത്തുകയാണ് പ്രസന്നകുമാർ. ഇപ്പോൾ ഈ കോഴിക്ക് നമ്മൾ തുടക്കകാലത്ത് ചെയ്യേണ്ടതായ ചില പ്രതിരോധ കുത്തിവയ്പ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ്? അത് 7ാമത്തെ ദിവസം RDVK, പിന്നെ 18-20 ദിവസം ആകുമ്പം IBD. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 45ാമത്തെ ദിവസം ചിറകിന് ഒരു വാക്സിൻ എടുക്കുന്നുണ്ട്, R2B. പിന്നെ ഇതിനിടയ്ക്ക് ലെസോട്ട എന്നും പറഞ്ഞ് ഒരു 17-20 ദിവസം ആകുമ്പം പാലിൽ കലക്കി കൊടുക്കുന്ന ഒരു മരുന്നുണ്ട്, പ്രതിരോധ ശക്തിക്ക് വേണ്ടി, മോർട്ടാലിറ്റി വരാതിരിക്കാനും വേണ്ടി. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പ്രശ്നകുമാർ അങ്ങനെ പഠിച്ചു. ഞാൻ അനുഭവത്തിൽ ഇങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ കൊട്ടിയത്തുള്ള ക്ലാസ്സുകളിലെല്ലാം അറ്റൻഡ് ചെയ്യായിരുന്നു, ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ. പിന്നെ ഇങ്ങനെയുള്ള ഓരോ സ്ഥലത്തും വിളിച്ച് നമുക്ക് ക്ലാസ് തരാറുണ്ട്. പിന്നെ ഇപ്പോൾ പേട്ടയിൽ വെച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ഈ പ്രതിരോധ മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ പഠിച്ചു. എല്ലാം പഠിച്ചിട്ട് ഡോക്ടർ വരും, നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിലെ ഡോക്ടർ വന്നിട്ട് നിർദ്ദേശപ്രകാരം അന്ന് ആ ദിവസത്തേക്ക് LIമാരെ ആരെങ്കിലും വിടും. അവർ വന്ന് അവരുടെ മേൽനോട്ടത്തിൽ അവർ തന്നെ ചെയ്തു തരും. എന്തെങ്കിലും കുറച്ചെണ്ണം ബാലൻസ് ഉണ്ടെങ്കിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്ത് തന്നിട്ട് അവർ എന്നെ കൊണ്ട് ചെയ്യും. ഇപ്പോൾ ഈ ഇങ്ങനെ എഗർ നഴ്സറി വളർത്തുന്ന സർക്കാർ നഴ്സറിയിൽ വളർത്തുന്ന സർക്കാർ ഫാമിൽ നിന്ന് കിട്ടുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് മറ്റു കോഴിക്കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് വ്യത്യാസങ്ങളുണ്ട്? ഉണ്ട്. മറ്റേ തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വരുന്ന കോഴികൾക്ക് പൊതുവിലെ മുട്ട വളരെ കുറച്ചേ കിട്ടൂ.
മോർട്ടാലിറ്റി കൂടുതലാണ്. പിന്നെ പിടക്കോഴികൾ കിട്ടാൻ കുറവായിരിക്കും. ഒരു 50-60% പൂവനായിരിക്കും. ആ സമയത്ത് ചെക്ക് ചെയ്ത് തരുന്ന ഹാച്ചറിയുടെ കോഴിയിൽ ആ കറക്റ്റായിട്ടുള്ള പെർസെൻറ്റേജ് ഒരു 1-2% പൂവൻ വരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു 45 ദിവസം മുതൽ 60 ദിവസം വരെ പ്രായമായ കോഴിക്കുഞ്ഞിനാണ് കൊടുക്കുന്നത് വിവിധ സ്കീമുകൾക്ക്? ഇപ്പോൾ എത്ര രൂപയാണ് വില? ഇപ്പം 130 രൂപ വരെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു കോഴിയൊക്കെ വിറ്റ് കഴിഞ്ഞാൽ സ്വന്തമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നോക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കോഴിയിൽ എത്ര രൂപ വരുമാനം കിട്ടും? നമുക്ക് നമ്മളുടെ 1000 കോഴി എടുത്തിട്ടാൽ ഒരു 2 മാസം കൊണ്ട് ഒരു 5000-7000 രൂപ നമുക്ക് നമ്മുടെ അധ്വാനം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഒരു ധൈര്യമായിട്ട് ഒരാൾക്ക് വന്ന് മുതൽ മുടക്കാവുന്ന ഒരു മേഖലയാണോ? മുതൽ മുടക്കി അത് അത്രയും കാര്യക്ഷമമായിട്ട് അത് നോക്കുകയും കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ മോർട്ടാലിറ്റി വരാതിരിക്കുകയും കുഞ്ഞുങ്ങളിൽ നിന്നുള്ള ഇതുണ്ടാകുകയും ചെയ്യുള്ളൂ. കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുവാൻ പ്രത്യേക ബ്രൂഡർ സംവിധാനങ്ങൾ ഈസ്റ്റ് കല്ലട നഴ്സറിയിലുണ്ട്. കോഴിക്കുഞ്ഞ് 2 ആഴ്ച പ്രായമെത്തുന്നതുവരെ അഥവാ ചിറക് മുളയ്ക്കുന്നതുവരെ അവയ്ക്ക് ചൂട് നൽകണം. ഇലക്ട്രിക് ബൾബിട്ടാണ് ചൂട് നൽകുക. ഈ സംവിധാനത്തിനെയാണ് ബ്രൂഡർ എന്നറിയപ്പെടുക. ബ്രൂഡറിൽ ചിക്ക് ഗാർഡുകൾ ഉണ്ടാകും. അതിലാണ് കോഴിക്കുഞ്ഞുങ്ങൾ കിടക്കുക. മുകളിൽ ഹോവറുകളിൽ താപ ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞൊന്നിന് 2 വാട്ട് കറണ്ട് ലഭിക്കത്തക്ക രീതിയിലാണ് വിന്യാസം. ചൂട് കൂടിയാൽ കുഞ്ഞുങ്ങൾ ചിക്ക് ഗാർഡിന് അടുത്തേക്ക് നീങ്ങി നിൽക്കും. അപ്പോഴേക്കും ബൾബ് ഉയർത്തി നിർത്താം. അതല്ലെങ്കിൽ ചിക്ക് ഗാർഡുകളുടെ വ്യാസം വർദ്ധിപ്പിക്കും. 18 മണിക്കൂർ തുടർച്ചയായി ചൂട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ്. ഉയരുകയും താഴുകയും ചെയ്യുന്ന മുട്ടക്കോഴി രംഗം നേരിട്ട് കാണാൻ തുടങ്ങിയിട്ട് 2 ദശാബ്ദമായി. അതിലെ ചുഴിയും മലരുകളുമെല്ലാം പ്രസന്നകുമാറിന് നന്നായി അറിയാം. ഓരോ സമയവും പ്രതിസന്ധികൾ ഉണ്ടാവും. അതൊക്കെയും അപ്പപ്പോൾ നീക്കാനുള്ള തന്ത്രങ്ങളൊക്കെയും പഠിച്ചു കഴിഞ്ഞു. പ്രസന്നകുമാർ ഹരിതം സുന്ദരത്തോട് പ്രതികരിച്ചു. ഇപ്പോൾ ഒരു എഗ്ഗർ നഴ്സറിക്ക് ഇനിയൊരു സാധ്യതയുണ്ടോ ഈ ഗ്രാമത്തിൽ? ഈ ഗ്രാമത്തിൽ ഇനി വേണമെന്ന് ഉണ്ടായാൽ ബുദ്ധിമുട്ടായിരിക്കും. താല്പര്യം പ്രസന്നകുമാറിനുണ്ടാവില്ല. ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ അതൊരു പ്രതീക്ഷയിലല്ലേ, അയാൾക്ക് അതിനകത്തൊരു മാസം ജീവിക്കാനുള്ള കാശ് കിട്ടുമെന്നുള്ള രീതി വേണമല്ലോ. ഇപ്പം നമ്മുടെ ജില്ലയിൽ തന്നെ വളരെയേറെ അധികം നഴ്സറികൾ ഉണ്ടായിട്ട് പുറത്തോട്ട് കൊണ്ടുപോയി വിൽക്കാനോ അല്ലെങ്കിൽ മാർക്കറ്റിൽ സെയിൽ ചെയ്യാനോ ഒക്കാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ തുടങ്ങുന്നവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തത്തില്ല. പലരും ഇവിടെ വന്ന് ഇതിൻ്റെ ഷെഡെല്ലാം കണ്ടിട്ട് എടുക്കുന്നതിന് എത്ര രൂപയാവും. ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ കൺട്രോളർ വന്ന് അവർ നോക്കി അവരുടെ ഇത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ ഷെഡ് അനുവദിക്കും. അപ്പോൾ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയയെ സംബന്ധിച്ചോളം അങ്ങനെ വലിയ പാടാണ്. 50 മീറ്റർ 100 മീറ്ററിൽ ഇത് വയലായി കിടന്നുകൊണ്ടാണ് ഇത് പുതിയ വീടൊക്കെ ഇപ്പോൾ പിന്നെ അതിന് ശേഷം വന്നത്. അതിനപ്പുറത്ത് വീടെല്ലാം പിന്നെ വന്നതാണ്. അന്ന് അതിനൊരു ഒബ്ജക്ഷൻ ഇല്ലായിരുന്നു. ഞാനിപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്തായിരിക്കും പ്രസന്നകുമാറിൻ്റെ ആഗ്രഹം? ഇത് നീട്ടി വളർത്തി കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയുന്നവരെ ആരോഗ്യം അനുവദിക്കുന്നവരെ ചെയ്തുകൊണ്ട് പോകും. തീർച്ചയായിട്ടും അങ്ങനെ ഈസ്റ്റ് കല്ലട എഗ്ഗർ നഴ്സറിയിൽ നിന്ന് ഗ്രാമമാകെ കോഴികൾ വിലസട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗ്രാമവാസികൾക്കെല്ലാം ഇഷ്ടംപോലെ മുട്ടയും കോഴിയും ഉണ്ടാവട്ടെ. പാലും മുട്ടയും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് പിന്നെ സ്കൂളുകളിലേക്കൊക്കെ മുട്ടയും കോഴിയും എന്നുള്ളതിൻ്റെ മുട്ടയുടെ സപ്ലൈ വരുന്നുണ്ട്. പിന്നെ സ്കൂളിൽ പോൾട്രി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികൾക്കും 200-250 കോഴി വീതം നമ്മുടെ ഗവൺമെൻറ് ഹയർ അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്കൂളുകൾക്ക് തീർച്ചയായും വിജയിക്കട്ടെ. നേരം ഭാവുകങ്ങൾ.